OSI മോഡൽ ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ അതിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഫിസിക്കൽ ലെയറിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, നെറ്റ്വർക്ക് ലെയറിന്റെ ഫങ്ഷൻസും പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ എന്താണ്, അപ്പർ ലെയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറയും. ട്രാൻസ്പോർട്ട് ലെയറും സെക്ഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും ഡീറ്റെയിൽ ആയിട്ട് നോക്കും, അതിന്റെ ഫങ്ഷൻസും നോക്കും. നമ്മൾ OSI എന്ന് പറഞ്ഞാൽ 7 ലെയേഴ്സ് ഉണ്ട്. അൺമാനേജബിൾ ടാസ്കിനെ ഓരോ സ്മോളർ ലെയേഴ്സ് ആക്കിയിട്ട് മാനേജബിൾ ടാസ്ക് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 7 ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് OSI എന്ന് പറഞ്ഞാൽ. OSI എന്ന് പറഞ്ഞാൽ ഒരു റഫറൻസ് മോഡലാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു മോഡലാണ് OSI മോഡൽ. അപ്പർ ലെയേഴ്സ് ആണ് ആപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെക്ഷനും ട്രാൻസ്പോർട്ട് ഒക്കെ. ലോവർ ലെയേഴ്സ് ആണ് നെറ്റ്വർക്കും ഡാറ്റ ലിങ്കും ഫിസിക്കലൊക്കെ. പിന്നെ ആപ്ലിക്കേഷൻ ലെയർ എന്താണ് ചെയ്യാം, ഈ ഒരു യൂസർ ഇന്ററാക്റ്റീവ് ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ടു ദി യൂസർ. യൂസറിന് വേണ്ട എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ട്രാൻസ്ലേഷനും കംപ്രഷനും എൻക്രിപ്ഷൻ ഒക്കെ നടക്കുന്നത് പ്രസന്റേഷൻ ലെയറിലാണ്. സെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും അതിനെ മാനേജ് ചെയ്യലും അതിനെ ടെർമിനേറ്റ് ചെയ്യലും ഒക്കെ ആരാണ്, സെക്ഷൻ ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയറിൽ എന്താ നടക്കുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ മെസ്സേജ് ഡെലിവറി ഫ്രം പ്രോസസ് ടു പ്രോസസ്. പ്രോസസ് ടു പ്രോസസ്സിലേക്ക് മെസ്സേജ് ഡെലിവറിന് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ്സിനെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് നെറ്റ്വർക്ക് ലെയറിനുള്ളത്. പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ എന്താ ചെയ്യാം, ഫ്രെയിംസിനെ എറർ ഫ്രീ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഫിസിക്കൽ ലെയർ എന്താ ചെയ്യാം, ഫിസിക്കൽ മീഡിയം പ്രൊവൈഡ് ചെയ്യും ബിറ്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ ഒരു OSI മോഡലിന്റെ ഓവർവ്യൂ ആണ് ഈ ഒരു പിക്ചറിൽ പറയുന്നത്. ഫിസിക്കൽ ലെയർ പറഞ്ഞു, നമ്മൾ ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാക്കും. ആ ഫിസിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും, ഡീആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഫിസിക്കൽ ലെയർ ആണ്. അതിന്റെ ഫങ്ഷൻസ് ആണ് ലൈൻ കോൺഫിഗറേഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ, ടോപ്പോളജി, സിഗ്നൽസ്. ഡാറ്റ ലിങ്ക് ലെയറിന് 2 സബ് ലെയേഴ്സ് ഉണ്ട്, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറും മീഡിയ ആക്സസ് കൺട്രോൾ ലെയറും. അതിന്റെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫങ്ഷൻസ് ആണ് ഫ്രെയിമിംഗ്, ഫിസിക്കൽ അഡ്രസ്സിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോളും ആക്സസ് കൺട്രോളും. നെറ്റ്വർക്ക് ലെയർ നമ്മൾ പറഞ്ഞു, റൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻക്ക് ബെസ്റ്റ് പാത്ത് കാണിച്ചെടുക്കുന്ന ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് IP, IPv6. നെറ്റ്വർക്ക് ലെയറിന്റെ ഫങ്ഷൻസ് ആണ് ഇന്റർനെറ്റ് വർക്കിംഗ്, അഡ്രസ്സിംഗ്, റൗട്ടിംഗ്, പാക്കറ്റൈസിംഗ്. ഇനി നമുക്ക് പറയാനുള്ള ഇതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്താണ്, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ OSI മോഡലിന്റെ ഹാർട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ. അതായത് സെക്ഷൻ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റനെ ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ചെറിയ ചെറിയ ഡാറ്റാസ് ആക്കിയിട്ട് നമ്മൾ എങ്ങോട്ട് കൊടുക്കും, നെറ്റ്വർക്ക് ലെയർ കൊടുക്കും. അതാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഡ്യൂട്ടി. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാം, റിസീവർ സൈഡിൽ എന്താ നടക്കുക, പാക്കറ്റ്സിനെ തിരിച്ച് സെക്ഷൻ ലെയറിലേക്ക് കൊടുക്കും. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Transport layer is the layer for ensures that the messages are transmitted in the order which they are sent and there is no duplication of data. അതായത് സെൻഡറിൽ നിന്നിട്ട് ഡാറ്റ പല റൂട്ടുകളിലേക്കാരും പോവാം അല്ലേ. അപ്പം അത് റിസീവർ സൈഡിൽ എത്തുമ്പോൾ അത് അതിന്റെ ഓർഡറിലൊന്നും ആവില്ല അവിടെ എത്തുക. പല റൂട്ടിലൂടെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് വിട്ട ആളാകൂല, റിസീവറിൽ ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യും, ഈ ട്രാൻസ്പോർട്ട് ലെയർ റിസീവർ സൈഡിൽ എന്ത് ചെയ്യും, ആ ഒരു വന്ന് ഡാറ്റനൊക്കെ റീഓർഡർ ആക്കും. റീഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീക്വൻസ് നമ്പർ ഉണ്ടാവും ഓരോ സെഗ്മെന്റിനും. ആ സീക്വൻസ് നമ്പർ വെച്ചിട്ടാണ് റിസീവർ സൈഡിൽ ട്രാൻസ്പോർട്ട് ലെയർ ഡാറ്റനെ ഓർഡർ ആക്കുക. The main responsibility of transport layer is to transfer the data completely. എല്ലാ ഡാറ്റയും കംപ്ലീറ്റ് ആയിട്ട്
ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഡ്യൂട്ടിയാണ് ആർക്ക് ട്രാൻസ്പോർട്ട് ലെയറിനുള്ളത്. It receives the data from the upper layer and converts them into units known as segments. upper layer ആയ സെക്ഷൻ ലെയറിൽ നിന്ന് എന്ത് ചെയ്യും ഡാറ്റനെ റിസീവ് ചെയ്യും, എന്നിട്ട് ഓരോ സെഗ്മെന്റ്സ് ആക്കിയിട്ട് സ്മോളർ യൂണിറ്റ്സ് നോൺ ആസ് സെഗ്മെന്റ്സ് ആക്കിയിട്ട് ഡാറ്റനെ ഡിവൈഡ് ചെയ്യും. This layer can be termed as end-to-end layer as it provides point-to-point connection between source and destination to deliver the data reliably. Data reliable ആയിട്ട് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിനെ എൻഡ് ടു എൻഡ് ലെയർ എന്ന് വിളിക്കുന്നത്. രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ TCP. TCP എന്ത് ചെയ്യും? TCP that allows the system to communicate over the network. നെറ്റ്വർക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷന് TCP ആണ് ഹെൽപ്പ് ചെയ്യുക. ആൻഡ് TCP എന്ത് ചെയ്യും? ഒരു കണക്ഷൻ ഹോസ്റ്റും തമ്മിലൊരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യും, ആ ഒരു കണക്ഷനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. TCP ഈ ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റേ ആ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലേക്ക് ഒരു കണക്ഷൻ സെൻഡ് ചെയ്യും. എന്നിട്ട് ഈ ഡാറ്റനെ ഓരോ സ്മോളർ യൂണിറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, അതായത് സെഗ്മെന്റ്സ് ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും. ആ ഓരോ സെഗ്മെന്റും എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ റൂട്ടിലൂടെ, അതായത് ഇന്റർനെറ്റിൽ മൾട്ടിപ്പിൾ റൂട്ട്സ് ഉണ്ടാവും, ആ റൂട്ടിലൂടെ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് പോവും, എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തും. അപ്പൊ ആദ്യം സെൻഡ് ചെയ്ത സെഗ്മെന്റ് ആയിരിക്കില്ല ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുക, അങ്ങനെ അതിന്റെ ഓർഡറിന് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ TCP റിസീവർ സൈറ്റിൽ എന്താ ചെയ്യുക? ആ ഒരു പാക്കറ്റ്സിനൊക്കെ കറക്റ്റ് ഓർഡറിലാക്കും, റീ ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിലാക്കും. ഇതാണ് TCPന്റെ ജോബ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് UDP എന്താണെന്ന് നോക്കാം. User Datagram Protocol is a transport layer protocol. It is an unreliable transport protocol, as in the case of receiver does not send any acknowledgement. When the packet is received, the sender does not wait for any acknowledgement. Therefore, this makes a protocol unreliable. അതായത് UDPന്റെ കേസിൽ സെൻഡർ ഒരു അക്നോളജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല, റിസീവർ ഒരു അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യൂല. അതുകൊണ്ടാണ് UDPനെ അൺറിയലബിൾ എന്ന് പറയുന്നത്. TCPന്റെ അതേ ഡ്യൂട്ടി തന്നെയാണ് UDPക്ക് ഉള്ളത്. പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് UDP അൺറിയലബിൾ ആണ്, TCP റിയലബിൾ ആണ്. അതായത് റിസീവറിൽ നിന്ന് ഒരു അക്നോളജ്മെന്റ് ഒരിക്കലും സെൻഡറിന് ലഭിക്കില്ല. അൺറിയലബിൾ ആണ് UDP. ഇനി നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ്. സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയറിൽ സെഗ്മെന്റ്സ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ സെഗ്മെന്റ്സിന് ഒരു ഹെഡർ ഉണ്ട്, ആ ഹെഡറിൽ എന്താ ഉള്ളത്? സർവീസ് പോയിന്റ് അഡ്രസ് ആണുള്ളത്. അത് ഇത് അല്ലെങ്കിൽ സർവീസ് പോയിന്റ് അഡ്രസ് അല്ലെങ്കിൽ പോർട്ട് അഡ്രസ് എന്ന് പറയും. Computers run several programs simultaneously. Due to this reason, the transmission of data from source to destination not only from one computer to another computer, but also from one process to another process. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ അതൊരു കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മാത്രമല്ല, ബട്ട് ഒരു പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ട് ലെയർ യൂസ് ചെയ്യുക. നെറ്റ്വർക്ക് ലെയറിൽ എന്താ നടക്കുക? ഒരു ഡാറ്റ മറ്റ് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. അതാണ് നെറ്റ്വർക്ക് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു മെസ്സേജ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇതാണ് ഒരു ട്രാൻസ്പോർട്ട് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. The responsibility of network layer is to transfer the data from one computer to another computer, and the responsibility of transport layer is to transfer the message to the correct process. Segmentation and reassembly, അതാണ് അടുത്ത ഫംഗ്ഷൻ. When the transport layer receives the message from the upper layer, it divides the message into multiple segments, and each segment is assigned to a sequence number that uniquely identifies each segment. When the message has arrived at the destination, the transport layer reassembles the messages based on the sequence number. ഞാൻ പറഞ്ഞു ഓരോ സെഗ്മെന്റിനും ഓരോ സീക്വൻസ് നമ്പേഴ്സ് ഉണ്ട്. ആ സീക്വൻസ് നമ്പേഴ്സ് വെച്ചിട്ട് സെൻഡർ സൈഡിൽ നിന്ന് ആ ഓരോ സെഗ്മെന്റ്സ് ആക്കിയിട്ട് തിരിക്കും. ഓരോ സെഗ്മെന്റിനും ഓരോ സീക്വൻസ് നമ്പർ ഉണ്ടാവും. അത് നേരെ റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യും. റിസീവർ സൈഡിൽ നിന്നിട്ട് ആ ഒരു സെഗ്മെന്റ്സിനെയൊക്കെ നമ്മൾ റീഅസംബിൾ ചെയ്യും.
ഇതാണ് നടക്കുക. അതാണ് സെഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ നടക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് സെഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി. സെഗ്മെന്റേഷൻ ഇവിടെ നടക്കാം സെൻഡർ സൈഡിലും, റീഅസംബ്ലി നടക്കുന്നത് റിസീവർ സൈഡിലും. ട്രാൻസ്പോർട്ട് ലെയറിന്റെ അടുത്ത ഫംഗ്ഷൻ ആണ് കണക്ഷൻ കൺട്രോൾ. ട്രാൻസ്പോർട്ട് ലെയർ പ്രൊവൈഡ്സ് ടു സർവീസസ്, കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആൻഡ് കണക്ഷൻലെസ് സർവീസ്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന കണക്ഷൻ ഓറിയന്റഡ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കണക്ഷൻലെസ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The connectionless service treats each segment as an individual package and they all travel in different routes to reach the destination. Connectionless service എന്ന് പറയുമ്പോൾ എന്താ ഒരു ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ടാണ് സെഗ്മെന്റ്സിനെ ട്രീറ്റ് ചെയ്യുക. അതായത് ഒരു ഡിഫറെന്റ് റൂട്ട്സിലൂടെ അവർക്ക് ഡെസ്റ്റിനേഷനിൽ എത്താം. പക്ഷെ എന്താണ് കണക്ഷൻ ഓറിയന്റഡ് സർവീസിൽ ഒരു സിംഗിൾ റൂട്ടിലൂടെ മാത്രമേ അവർക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കുള്ളൂ. അതായത് a connection oriented service make a connection with the transport layer at the destination machine before delivering the packets. In connection oriented service, all packets travel in a single route. കണക്ഷൻ ഓറിയന്റഡിൽ എന്ത് സംഭവിക്കാം, ഒരു കണക്ഷൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കും. അതായത് സെൻട്രൽ സൈഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ സൈഡിലേക്ക് ഒരു കണക്ഷൻ ഈ ഒരു TCP ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എന്താണ് ആ പാക്കറ്റ്സ് ആ ഒരു സിംഗിൾ റൂട്ടിലൂടെ ഷെയർ ചെയ്യും. ഫ്ലോ കൺട്രോൾ. ട്രാൻസ്പോർട്ട് ലെയറിന്റെ അടുത്ത ഫംഗ്ഷൻ ആണ് ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോളും. ഫ്ലോ കൺട്രോൾ പറഞ്ഞാൽ കോൺസ്റ്റന്റ് റേറ്റിൽ ഡാറ്റ ഫ്ലോ നടക്കും. അതായത് ട്രാൻസ്പോർട്ട് ലെയർ ആൾസോ റെസ്പോൺസിബിൾ flow control, but it is performed end to end rather than across a single link. ഇതിലൂടെ അല്ലാതെ end to end ആയിട്ടാണ് പെർഫോം ചെയ്യുക. എറർ കൺട്രോളും അങ്ങനെ തന്നെയാണ്. എറർ കൺട്രോൾ പെർഫോം end to end rather than across a single link. സിംഗിൾ ലിങ്കിലൂടെ അല്ലാതെ end to end ആയിട്ടാണ് എറർ കൺട്രോളും പെർഫോം ചെയ്യുക. The central transport layer ensures the messages reach at the destination without any error. ട്രാൻസ്പോർട്ട് ലെയർ എന്താണ് എൻഷുർ ചെയ്യും, ഈ സെൻറ്റർ എപ്പോഴും എൻഷുർ ചെയ്യും ഒരു എററും ഇല്ലാതെ ഡെസ്റ്റിനേഷനിൽ മെസ്സേജ് എത്തിയിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും എൻഷുർ ചെയ്തുകൊണ്ടേ നിൽക്കും. ഇത്രയാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ്, സെഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി, കണക്ഷൻ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ ആൻഡ് എറർ കൺട്രോൾ. ഇത് അഞ്ചെണ്ണാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫങ്ഷൻസ്. അടുത്തത് സെക്ഷൻ ലെയർ. പ്രസന്റേഷൻ ലെയറിൽ നിന്ന് സെക്ഷൻ ലെയറിലേക്ക് ഡാറ്റ വരും. ആ ഡാറ്റ നേരെ ട്രാൻസ്പോർട്ട് ലെയർക്ക് കൊടുക്കും. അപ്പുറത്തെ റിസീവർ സൈഡിൽ എന്താ നടക്കുന്നത്, ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് സെക്ഷൻ ലെയറിലേക്ക് ഡാറ്റ വരും, സെക്ഷൻ ലെയറിൽ നിന്ന് പ്രസന്റേഷൻ ലെയറിലേക്ക് ഡാറ്റ കൊടുക്കും. The section layer is used to establish, maintain and synchronizes the interaction between communicating devices. Communicating devices തമ്മിലെ interactionsനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും, സിങ്ക്രോണൈസ് ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, സെക്ഷൻ ലെയർ ചെയ്യുന്നത്. ഇനി സെക്ഷൻ ലെയറിന്റെ ഫങ്ഷൻസ് ആണ് ഡയലോഗ് കൺട്രോളും സിങ്ക്രോണൈസേഷൻ. Dialogue control. Section layer acts as a dialogue controller that creates a dialogue between two processes, or we can say that it allows the communication between two processes which can be either half duplex or full duplex. രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ എന്താ ഉള്ള ഡയലോഗിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് സെക്ഷൻ ലെയറിനുള്ളത്. രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ മേ ബി ഹാഫ് ഡ്യൂപ്ലെക്സ് ഓർ ഫുൾ ഡ്യൂപ്ലെക്സ്. ഹാഫ് ഡ്യൂപ്ലെക്സും ആവാം, ഫുൾ ഡ്യൂപ്ലെക്സും ആവാം. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷണൽ ആണ്, പക്ഷെ അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, either സെൻഡറോ റിസീവർ. ഫുൾ ഡ്യൂപ്ലെക്സ് പറഞ്ഞാൽ അറ്റ് എ ടൈം സെൻഡറിനും റിസീവറിനും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. എന്താണ് സിങ്ക്രോണൈസേഷൻ നോക്കാം. Synchronization എന്ന് പറഞ്ഞാൽ section layer adds some checkpoints when transmitting the data in a sequence. Data sequence ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ചെക്ക് പോയിന്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെക്ക് പോയിന്റ്സ് ഇങ്ങനെ വെക്കും. എന്തിനാണ് ആ ചെക്ക് പോയിന്റ്സ് വെക്കുന്നത്? If some error occurs in the middle of the transmission of the data, then the transmission will take place again from the checkpoint. അതായത് ഈ ചെക്ക് പോയിന്റ് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ച് എന്ത് ചെയ്യും, ആ ഒരു ചെക്ക് പോയിന്റ് മുതൽ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ആദ്യം മുതലേ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല, അതിനാണ് ഈ ഓരോ ചെക്ക് പോയിന്റ്സ് വെക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് സിങ്ക്രോണൈസേഷൻ റിക്കവറി എന്ന് പറയുന്നത്.
ഈ പ്രസന്റേഷൻ ലെയർ എന്താ നോക്കാം. ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് പ്രസന്റേഷൻ ലെയറിലേക്ക് ഡാറ്റ വരും. ആ ഡാറ്റനെ എൻകോഡ് ചെയ്യും, അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യും, കംപ്രസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് പ്രസന്റേഷൻ ലെയറിൽ നടക്കും. അതിനുശേഷം അതിന് സെക്ഷൻ ലെയറിലേക്ക് പാസ് ചെയ്യും. ഇനി റിസീവർ സൈഡിൽ എന്തൊക്കെയാണ് അപ്പം നടക്കുക? സെക്ഷൻ ലെയറിൽ നിന്ന് പ്രസന്റേഷൻ ലെയറിലേക്ക് ഡാറ്റ വരും. ആ ഡാറ്റ എൻകോഡ് ചെയ്ത ഡാറ്റ ആണെങ്കിൽ അതിനെ ഡീകോഡ് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ആണെങ്കിൽ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യും, കംപ്രസ് ചെയ്ത ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡീകംപ്രസ് ചെയ്യും. എന്നിട്ട് നേരെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് വീണ്ടും പാസ് ചെയ്യും. ആപ്ലിക്കേഷൻ ലെയർ അത് യൂസറിന് പാസ് ചെയ്യും. അങ്ങനെയാണ് പ്രസന്റേഷൻ ലെയർ നടക്കുക. ഇനി അടുത്തത്, a presentation layer is mainly concerned with the syntax and semantics of the information exchanged between the two systems. Presentation layer എന്തിനെ പറ്റിയിട്ടാണ് കൂടുതൽ കൺസേൺഡ് ആവുക? ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സിൻടാക്സിനെയും സെമാറ്റിക്സിനെയും പറ്റിയിട്ടാണ് പ്രസന്റേഷൻ ലെയർ കൺസേൺഡ് ആവുക. ഇറ്റ് ആക്ട്സ് as the data translator for a network. Presentation layer acts as a data translator. This layer is a part of the operating system that converts data from one presentation format to another format. അതായത് ഡാറ്റ ഒരു ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റാം. അതായത് എൻക്രിപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻകോഡ് ചെയ്യുക. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റാം. എന്തിനാണ് അങ്ങനെ മാറ്റുന്നത്? സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്. ഡാറ്റ ട്രാൻസ്മിഷൻ എപ്പോഴും നല്ല സെക്യൂർ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതും എൻകോഡ് ചെയ്യുന്നതൊക്കെ. അപ്പം പ്രസന്റേഷൻ ലെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് പ്രസന്റേഷൻ ലെയർ. Presentation layer is also known as syntax layer. Presentation layer is concerned about the syntax and semantics of the information. അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ ലെയറിനെ സിൻടാക്സ് ലെയർ എന്ന് പറയും. അടുത്തത് പ്രസന്റേഷൻ ലെയേഴ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ലേഷൻ, എൻക്രിപ്ഷൻ ആൻഡ് കംപ്രഷൻ ആർ ദി ഫങ്ഷൻസ് ഓഫ് പ്രസന്റേഷൻ ലെയർ. The process in two systems exchange the information in the form of characters, string, numbers and so on. അത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ആകുമ്പം സ്ട്രിങ്സിന്റെ ഫോർമാറ്റിലേക്കാരം, ചിലപ്പോൾ നമ്പേഴ്സ് ആയിക്കാരം. അപ്പം അങ്ങനെയാണ് ഡാറ്റ എക്സ്ചേഞ്ച് ആവാം. ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഡിഫറെന്റ് എൻകോഡിംഗ് മെത്തേഡ്സ്. The presentation layer handles the interoperability between the different encoding methods. Presentation layer ആണ് എല്ലാ എൻകോഡിംഗ് മെത്തേഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. It converts the data from sender-dependent format to common format and changes the common format into the receiver's dependent format at the receiver end. Sender end എന്ത് ചെയ്യും? അതൊരു ഡാറ്റനെ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റും. ആ കോമൺ റിസീവർ സൈറ്റിലെത്തുമ്പോൾ ആ ഒരു കോമൺ ഫോർമാറ്റിൽ നിന്ന് തിരിച്ച് റിസീവർ ഡിപ്പെൻഡന്റ് ഫോർമാറ്റിലേക്ക് തന്നെ മാറ്റും. ഇതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ എന്താണെന്നറിയാം. Encryption is needed to maintain privacy. Encryption is the process of converting the sender transmitted information into another form and send the resulting message over the network. നെറ്റ്വർക്കിലൂടെ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ആണ് നമ്മൾ സെൻഡ് ചെയ്യുക. കാരണം എന്താ, നെറ്റ്വർക്കിൽ പ്രൈവസി ഇഷ്യൂസ് വരും. അപ്പം ഒരു തേർഡ് പാർട്ടി ഈ ഒരു ഡാറ്റ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ഡാറ്റ റിസീവർക്ക് സെൻഡ് ചെയ്യുന്നത്. കംപ്രഷൻ, ഡാറ്റ കംപ്രഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കംപ്രസിംഗ് ദി ഡാറ്റ. അതായത് ഡാറ്റനെ കംപ്രസ് ചെയ്യാം, സൈസ് കുറയ്ക്കുക. ഇറ്റ് റെഡ്യൂസസ് ദി നമ്പർ ഓഫ് ബിറ്റ്സ് ടു ബി ട്രാൻസ്മിറ്റഡ്. ട്രാൻസ്മിറ്റിംഗ് ബിറ്റ്സിന്റെ നമ്പർ കുറക്കും. ദ ഡാറ്റ കംപ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൾട്ടിമീഡിയ സച്ച് ആസ് ടെക്സ്റ്റ്, ഓഡിയോ ആൻഡ് വീഡിയോ. മൾട്ടിമീഡിയയിലൊക്കെ ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ പോലുള്ള മൾട്ടിമീഡിയയിലൊക്കെ ഡാറ്റ കംപ്രഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബിറ്റ്സും സൈസും കുറച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ ഡാറ്റ. ഓക്കെ, ഇതാണ് പ്രസന്റേഷൻ ലെയർ. പ്രസന്റേഷൻ ലെയറുടെ ഫങ്ഷൻസ് ആണ് ട്രാൻസ്ലേഷൻ, എൻക്രിപ്ഷൻ ആൻഡ് കംപ്രഷൻ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ലെയർ എന്താണെന്ന് നോക്കാം. ഒരു യൂസർ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് ഇൻപുട്ട് കൊടുക്കും, ഒരു ഡാറ്റ കൊടുക്കും. ആ ഡാറ്റ നേരെ ആപ്ലിക്കേഷൻ ലെയർ പ്രസന്റേഷൻ ലെയറിലേക്ക് കൊടുക്കും. പ്രസന്റേഷൻ ലെയറിൽ എന്തൊക്കെയാണ് നടക്കുക? ട്രാൻസ്ലേഷനും കംപ്രഷനും എൻക്രിപ്ഷനൊക്കെ നടക്കും. എന്നിട്ട് പ്രസന്റേഷൻ ലെയർ നേരെ സെക്ഷൻ ലെയറിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ പോയിട്ട്
ഫിസിക്കൽ മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ റിസീവർ എൻഡിലെത്തും. പിന്നെ അവിടെ നിന്ന് സെക്ഷൻ ലെയറിന് പ്രസന്റേഷൻ ലെയർക്കും പ്രസന്റേഷൻ ലെയറിന് ആപ്ലിക്കേഷൻ ലെയർക്കും തിരിച്ചു വരും. ആപ്ലിക്കേഷൻ ലെയർ ആ ഒരു ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിലെ യൂസറിന് കാണിച്ചു കൊടുക്കും. ഇതാണ് ആപ്ലിക്കേഷൻ ലെയറിൽ നടക്കുന്നത്. ആപ്ലിക്കേഷൻ ലെയർ ഒരു യൂസർ ഇന്ററാക്റ്റീവ് ലെയർ ആണ്. An application layer serves as a window for users and application processes to access network service. ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾക്ക് യൂസേഴ്സിനും നെറ്റ്വർക്ക് സർവീസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിൻഡോ ആയിട്ടാണ് ആപ്ലിക്കേഷൻ ലെയർ ആക്ട് ചെയ്യുക. It handles issues such as network transparency, resource allocation, etc. നെറ്റ്വർക്ക് ട്രാൻസ്പെറൻസിയും റിസോഴ്സ് അലോക്കേഷൻ പോലുള്ള ഇഷ്യൂസ് ഒക്കെ ആര് ഹാൻഡിൽ ചെയ്യും? ആപ്ലിക്കേഷൻ ലെയർ ഹാൻഡിൽ ചെയ്യും. ആപ്ലിക്കേഷൻ ലെയർ ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ അല്ല, ബട്ട് ഇറ്റ് പെർഫോംസ് ദി ആപ്ലിക്കേഷൻ ലെയർ ഫങ്ഷൻസ്. അത് ആപ്ലിക്കേഷൻ ലെയറിലെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊരു ആപ്ലിക്കേഷൻ അല്ല, അതൊരു വിൻഡോ പോലെ ആക്ട് ചെയ്യും. യൂസേഴ്സിനും ആപ്ലിക്കേഷൻ പ്രോസസ്സിനും നെറ്റ്വർക്ക് സർവീസസ്, അതായത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ. ദിസ് ലെയർ പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് സർവീസസ് ടു ദി എൻഡ് യൂസേഴ്സ്. എൻഡ് യൂസേഴ്സിന് നെറ്റ്വർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യും ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ലെയറിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ആണ് ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെന്റ്. എന്താ, റിമോട്ട് കമ്പ്യൂട്ടേഴ്സിൽ ഉള്ള ഡാറ്റനെ ആക്സസ് ചെയ്യാനും ഫയൽസിനെ ആക്സസ് ചെയ്യാനും ആ ഫയൽസിനെ റിട്രീവ് ചെയ്യാനും ആ ഫയൽസിനെ മാനേജ് ചെയ്യാനും ആപ്ലിക്കേഷൻ ലെയർ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ മെയിൽ സർവീസസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇമെയിൽ ഫോർവേഡിങ്ങും സ്റ്റോറേജും അതൊക്കെ അലോ ചെയ്യും ആപ്ലിക്കേഷൻ ലെയർ. പിന്നെ ഡയറക്ടറി സർവീസസ് ലൈക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റ ബേസ് സോഴ്സസിനൊക്കെ ഗെയിൻ ചെയ്യാനും, യൂസ് ടു പ്രൊവൈഡ് ഗ്ലോബൽ ഇൻഫോർമേഷൻ അബൌട്ട് വേരിയസ് ഒബ്ജക്റ്റ്, ഒരുപാട് ഒബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഗ്ലോബൽ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാനും ഒക്കെ ആപ്ലിക്കേഷൻ ലെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ OSI മോഡല്. OSI മോഡലും OSI ലെയേഴ്സും നമ്മൾ പറഞ്ഞു.